نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും ഇരു ലോകത്തും അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരാവുന്ന വിധം മുത്തഖീങ്ങളായി, സൂക്ഷ്മാലുക്കളായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു ചില നടപടിക്രമങ്ങളിലൂടെ ഭൂമിയിലേക്ക് അയക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിൽ ജീവിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകളെങ്കിലും ധരിക്കും, പറയാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ പഴം പറിച്ച് ഭക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ തന്നെ തുടരാമായിരുന്നു എന്ന്. അത് ശരിയല്ല. മറിച്ച് وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു മലക്കളോട് കൂടിയാലോചിച്ച സംഭവം വിശദീകരിക്കുന്ന അള്ളാഹുവിന്റെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന കാര്യമാണ് മലക്കളോട് കൂടിയാലോചിച്ചത്. മനുഷ്യൻ ജീവിക്കേണ്ടത് ഭൂമിയിലാണ്. ആ ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കാൻ ചില നടപടിക്രമങ്ങൾ ഉണ്ടായി. ആ പോരുന്ന സമയത്ത് അള്ളാഹു 3 വാഗ്ദാനം നൽകി. ഒന്ന്, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ താമസ സൗകര്യമുണ്ട്. മനുഷ്യൻ അറിഞ്ഞിടത്തോളം, പഠിച്ചിടത്തോളം പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. 2, ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ എല്ലാം ഭൂമിയിലുണ്ട്.
ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതില്ല. അതെല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. എന്നാൽ മനുഷ്യർക്ക് മാത്രമാണ് മൂന്നാമത്തെ വാഗ്ദാനം. എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വരും, മാർഗദർശനം വരും. ഫമൻ തബിഅ ഹുദായ, ആ മാർഗദർശനം അനുസരിച്ച് സ്വന്തത്തെ സെറ്റ് ചെയ്യുന്നവൻ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പരലോകത്തും ദുനിയാവിലും ദുഃഖമില്ല, ഭയമില്ല. അഥവാ എവിടെന്നാണോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിപ്പോന്നത് അങ്ങോട്ട് തിരിച്ചു ചെല്ലാം എന്നർത്ഥം. ഭൂമിയിൽ നമ്മുടെ ബാധ്യത നമ്മുടെ ജീവിതത്തെ സെറ്റ് ചെയ്യുക. ഏത് മാനദണ്ഡത്തിൽ? അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥം അനുസരിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നത്, ചില കാര്യങ്ങൾ ആ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ അനുഷ്ഠിക്കുന്നു. എന്തിനാ വിശ്വാസം? അത് സെറ്റ് ചെയ്യാനാണ് ജീവിതത്തെ. എന്തിനാ അനുഷ്ഠാനം? അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ഇതെവിടെയാ സംഭവിക്കേണ്ടത്? മനുഷ്യന്റെ മനസ്സിലാണ്. വിശ്വാസം എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിനെ സെറ്റ് ചെയ്യണം. അള്ളാഹുവിന്റെ വേഗത കൽപ്പന അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് 13 കൊല്ലക്കാലം അനുഷ്ഠാനങ്ങളില്ല. നമസ്കാരം, നോമ്പ് ഇത്യാദി അനുഷ്ഠാന മുറകളൊക്കെ മദീന ജീവിതത്തിലാണ്. അതിന്റെ മുമ്പ് വിശ്വാസികളെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്യണം. അത് മനസ്സിലാണ്. അതാണ് 13 കൊല്ലക്കാലം നടത്തിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. ഇഹ്സാൻ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിക്കുക. സൂറത്തു സജദ എല്ലാ വെള്ളിയാഴ്ചയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തിൽ ഓതിയിരുന്ന സൂറ. ഒന്നാമത്തെ റക്അത്തിൽ ഓതിയിരുന്ന അധ്യായമാണ്. ആ സൂറത്തിൽ മനസ്സിനെ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്നു. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. രാത്രി പകലന്തിയോളം കഠിനാധ്വാനം ചെയ്ത് തളർന്നുറങ്ങുന്ന സഹാബികൾ തഹജ്ജുദിന്റെ സമയത്ത് അവർ ചാടി എഴുന്നേൽക്കുന്നു. ഏതാണ് സെറ്റ് ചെയ്ത അലാറം? ഖൗഫൻ വതമഅൻ. അതാണ് അലാറം. അത് മനസ്സാണ്. ഖൗഫ്, അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ മുമ്പിൽ നഗ്നനായിട്ടുള്ള നൃത്തത്തെ പറ്റി, അവനവന്റെ നന്മ തിന്മ എഴുതിയ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലെ മൂർത്തമായ ചോദ്യത്തെ പറ്റി അതിശക്തമായ ഭയം അവർക്കുണ്ട്. അതാണ് മനസ്സിന്റെ അലാറം. അതാണ് ഇഹ്സാൻ. കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലുള്ള സ്വർഗത്തിലുള്ള പ്രതീക്ഷ. ഒരു ഭാഗത്ത് ഭയം, മറ്റൊരു ഭാഗത്ത് പ്രതീക്ഷ. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ സെറ്റ് ചെയ്തവർക്ക് ദുനിയാവിൽ ഒരു ഉപകരണത്തിന്റെയും സഹായമില്ലാതെ അള്ളാഹു പറഞ്ഞ ആ ഹുദയിലൂടെ മുന്നോട്ട് പോവാൻ സാധിക്കും. അതിന്റെ ഒന്നാമത്തെ ഉപാധിയാണ് നമ്മൾ പഠിച്ചത് ഇഹ്സാൻ. രണ്ടാമത്തത് ലക്ഷ്യം സ്വർഗമായിരിക്കണം. ഖുർആൻ ഇറങ്ങുന്നത് വരെ അറബികളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജീവിതത്തിലെ ആസ്വാദനങ്ങളായിരുന്നു. അതിനുള്ള വഴികൾ തേടി അവർ പോയി. അങ്ങനെ അവർ ഏറ്റവും ദുഷിച്ച മനുഷ്യരായി മാറി. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം, വിശ്വാസികളായതിനു ശേഷം, വിശ്വാസികളാകുന്നതിന് മുമ്പുള്ളവരുടെ കാലഘട്ടത്തെ പറ്റി അവർ ഉപയോഗിച്ചൊരു പദപ്രയോഗമുണ്ട്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അത് സുവർണ കാലഘട്ടമായി. ഒരു വിധിയും വിലക്കുമില്ല, ആരും പേടിക്കും വേണ്ട, കള്ളും കുടിക്കാം, പെണ്ണും കുടിക്കാം, എന്തും ചെയ്യാം. ആസ്വദിച്ച് ജീവിക്കാമായിരുന്ന ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതത്തെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവർ പരാമർശിക്കേണ്ടി വരുമ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, കുന്നാ ഫിൽ ജാഹിലിയ. ഞങ്ങൾ ഒന്നിനും പറ്റാത്തവരായി ജീവിച്ച കാലഘട്ടം എന്നാണ്. നമ്മളെ കണക്കിന് ഏറ്റവും സുഖമുള്ള കാലഘട്ടമാണ്. കാരണം ഒരു വിധിയും വിലക്കും നിയമവും ഇല്ലല്ലോ. നിസ്കരിക്കും വേണ്ട, നോൽപ്പൊലിക്കും വേണ്ട, എന്നും വേണ്ട.
എന്നാൽ ആ കാലഘട്ടത്തെ അവർ പരാമർശിച്ച പദം കുന്നാ ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ഏറ്റവും വൃത്തികെട്ടവരായി ജീവിച്ച കാലഘട്ടം എന്നാണ്. ഇസ്ലാമിലേക്ക് വന്നു, അതൊരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായി. അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കേണ്ടി വന്നു. അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അടിച്ചൊടക്കേണ്ടി വന്നു, തച്ചമർത്തേണ്ടി വന്നു. എന്നിട്ടും അവർ അതിന് യാതൊരു പ്രയാസവും കൂടാതെ മുന്നോട്ട് പോയതിന്റെ വികാരം അതാണ് തമഅൻ. കിട്ടാൻ പോകുന്നത് എന്താ? സ്വർഗമാണ്. ആ സ്വർഗത്തിന് അവരുടെ മനസ്സിൽ ഈ പ്രപഞ്ചത്തെക്കാൾ വലുപ്പമുണ്ടായിരുന്നു, അവരുടെ ജീവനേക്കാൾ വിലയുണ്ടായിരുന്നു, അവരുടെ സമ്പത്തിനേക്കാൾ വലുപ്പമുണ്ടായിരുന്നു. സൂചിപ്പിച്ചത് ഇത് രണ്ടുമാണ് മനുഷ്യന്റെ മനസ്സിന്റെ സെറ്റിങ്സിന് വേണ്ടി അള്ളാഹു തന്നിട്ടുള്ളത്. അള്ളാഹു പരലോകം. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയകുൽ ഖൈറാ. അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതിഥിയെ ബഹുമാനിക്കട്ടെ, അയൽവാസിയോട് മാന്യമായി പെരുമാറട്ടെ. ആര്? അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമാണ്. അങ്ങനെ സെറ്റ് ചെയ്തവരുടെ അമലുകൾ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? സെറ്റ് ചെയ്യണം. സ്വഹാബികൾ അതുവരെ ജീവിച്ചത് ദുനിയാവിന് വേണ്ടിയായിരുന്നു. അവർ പറയുമായിരുന്നു, ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. ഇതാണ് ജീവിതം. ഇന്നത്തെ പുതുതലമുറ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതാണ് ജീവിതം. മൈ ബോഡി മൈ ചോയ്സ്, അതാ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും എനിക്ക് ആസ്വദിച്ചിടണം, മുന്തിരി ചാറുപോലുള്ളൊരു ഈ ജീവിതം, ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്നും അങ്ങനെ. അവിടുന്ന് അവർക്ക് ഉദാത്തമായ ഒരു ലക്ഷ്യം ഖുർആൻ പഠിപ്പിച്ചു. സൂറത്തുൽ മുഅ്മിനൂനിൽ മനസാക്ഷിയുള്ള മനുഷ്യരോട് അല്ലാഹു ചോദിച്ചു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. മടക്കപ്പെടും. ആ ദിവസത്തെ ഓർത്ത്, ആ ദിവസത്തിന്റെ ഭാരം ഓർത്ത്. ഭാരം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്, അല്ലേ? വെള്ളിയാഴ്ച സുബ്ഹിയിൽ ഓതുന്ന രണ്ടാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുദ്ദഹർ. ആ സൂറത്തുദ്ദഹറിന്റെ ഏകദേശം അവസാന ഭാഗത്ത് കാണാം, ഇന്ന ഹാഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഇന്ന ഹാഉലാഇ, പരലോകത്തെ ഉൾക്കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ആളുകൾ, യുഹിബ്ബൂനൽ ആജില, പ്രവാചകരെ ക്ഷണികമായ ദുനിയാവിനെ സ്നേഹിക്കും. അത് കിട്ടിയാൽ സംതൃപ്തനാവും. അത് നേടും തോറും അവൻ ആത്മസംതൃപ്തിയുള്ളും. അവൻ വിജയിച്ചു എന്നവൻ അവനെ പറ്റി വിലയിരുത്തും. അവനാണ് ജനങ്ങളോട്ടത്തിൽ ഉത്തമനെന്ന് സമൂഹം വിലയിരുത്തും. പക്ഷേ വയദറൂന വറാഅഹും യൗമൻ സഖീലാ, ഭാരമേറിയ ഒരു ദിവസത്തെ അമൂർത്തമായ യാഥാർത്ഥ്യങ്ങളെ, അവൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ അവർ പിന്നോട്ട് തള്ളിക്കളയുന്നു എന്ന് സൂറത്തുദ്ദഹറിൽ വിശ്വാസികളെ എല്ലാ ആഴ്ചയും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗം നമ്മെ നന്മയിലേക്ക് നയിക്കാനുള്ള പവറായി മാറണം. നരകം നമ്മെ തിന്മയിൽ നിന്ന് തടുക്കുവാനുള്ള ശക്തമായ പരിചയായി മാറണം. ഇമാം ഗസാലി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, ആധുനിക മുസൽമാന്റെ മനസ്സിലെ സ്വർഗം ഒരു തുള്ളി വെള്ളം പോലെ. ഒരു തുള്ളി വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട്. കുടിക്കാൻ മാത്രം ഉണ്ടോ? ഇല്ല. കൈയൊന്ന് കഴുകാൻ മാത്രം ഉണ്ടോ? ഇല്ല. എന്തിനെങ്കിലും ആ വെള്ളം മതിയാവോ? ഇല്ല. വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. ഇതാണ് നരകഭയം. നരകത്തിൽ പോണെ പറ്റി പേടിയുണ്ട്. പക്ഷേ നരകത്തിൽ പോകുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്നും മാറിക്കൂല. സ്വർഗത്ത് പോണെന്ന് ആഗ്രഹമുണ്ട്, സ്വർഗത്ത് പോണ ഒരു പണിയെടുക്കൂല. ആഗ്രഹം കൊണ്ട് കിട്ടുകയാണെങ്കിൽ ആർക്കത് കിട്ടാത്തത്? എല്ലാവർക്കും കിട്ടും. പക്ഷെ എന്ത് വേണം? അത് മനുഷ്യനെ നിയന്ത്രിക്കണം. അതല്ല മുഹമ്മദ്, താങ്കൾ ഈ പറയുന്ന സ്വർഗത്തിൽ ഒട്ടകങ്ങളെ കിട്ടുമോ? ഒരാൾ ചോദിച്ചതാ. സ്വർഗത്തെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചപ്പോഴേ
അയാൾ ഇങ്ങനെ ഇരുന്നോടത്ത് ഇങ്ങനെ പൊന്തുക, ആദ്യമായിട്ട് കേൾക്കുക. ജീവിതാസ്വാദത്തിനപ്പുറം, മരണത്തിനപ്പുറം നമ്മൾക്ക് ഇമേജ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്വർഗമുണ്ട് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഒരാളിങ്ങനെ അങ്ങനെ അയാൾ ചോദിക്കുകയാണ്, അതല്ല മുഹമ്മദ്, താങ്കൾ ഈ പറയുന്ന സ്വർഗത്തിൽ ഒട്ടകങ്ങളെ കിട്ടുമോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകം ഉണ്ടാവുന്നു. ചോന്നൊട്ടകം ഉണ്ടാവോ? ഓ, ചോന്നൊട്ടകം ഉണ്ടാവും. ഏകദേശം ഒരാൾക്ക് എത്രണ്ണം കിട്ടും? എത്രയും കിട്ടും? ഒരു വലിയ വെച്ചു. അയാൾക്കത് സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ട സമ്പത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ചുവന്നൊട്ടക. ഒരറബിയുടെ സമ്പത്തിന്റെ അളവ് പോലെ എന്താണെന്നറിയോ? അയാൾക്ക് എത്ര ചുവന്ന ഒട്ടകം ഉണ്ടെന്നാ നോക്കുക. യാ അലി ലിഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുമരിൻ നിഅം. ഖൈബർ യുദ്ധത്തിന്റെ പതാക വിശ്വാസികളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ നേതാവ് പറഞ്ഞ വാക്ക, അലി, നീ കാരണം ഒരു മനുഷ്യൻ ഹിദായത്തിലായാൽ നിനക്ക് ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. ചുവന്ന ഒട്ടകമാണ് ഏറ്റവും മുന്തിയ വാഹനം. അങ്ങനത്തെ ചുവന്ന ഒട്ടകം എത്രയും കിട്ടുന്ന ഒരു സ്വർഗം നിന്റെ റബ്ബിന്റെ അടുക്കലുണ്ടോ? ഉണ്ട്. ഇതാണ്ട് കേട്ടതോടുകൂടി എന്തിനാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് കാലം ജീവിക്കുന്നത്? ആ സ്വർഗല്ലേ നമുക്ക് കിട്ടേണ്ടത് എന്ന നിലക്ക് ആ സ്വർഗം കിട്ടാൻ അദ്ദേഹം നൽകിയത് തന്റെ ജീവനായിരുന്നു. ജീവനേക്കാൾ വലുത് വേറെന്താ ഉള്ളത്? ഒരു പിരിവ് നമ്മളെടുത്ത് വന്നാൽ, ഒരാൾ ഓപ്പറേഷനാണ്, മനുഷ്യൻ ജീവിതത്തിന്റെ പ്രശ്നം, ആരും 10 രൂപ എടുത്തു കൊടുക്കും. കാരണം ജീവനേക്കാളും വലുത് മറ്റൊന്നില്ല. ഖുർആൻ അത് ആവർത്തിച്ചു, വകൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിന് നന്ദി കേട് കാണിക്കുക? വകുൻതും അംവാതൻ, നിങ്ങൾ ജനിച്ചിട്ട് എത്ര വർഷമായോ അതിന്റെ മുമ്പ് നിങ്ങൾ ഇല്ലായിരുന്നു, നിർജീവരായിരുന്നു. ഫഅഹ്യാക്കും, അല്ലാഹു നിങ്ങൾക്ക് ജീവൻ നൽകിയില്ലേ? അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. എന്നാൽ അതിനേക്കാൾ വലുതാ സ്വർഗം എന്നതുകൊണ്ട് സ്വർഗത്തെ പറ്റി കേട്ട ആ സദസ്സിൽ വെച്ച്, ആ സന്ദർഭത്തിൽ അദ്ദേഹം സ്വർഗത്തിന് വേണ്ടി നൽകിയത് തന്റെ ജീവനായിരുന്നു. അക്കാണ് അയാൾക്ക് അത് അത്ര വലിയ സ്വർഗമായി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇടകിച്ചേർന്നു. ഉഹദിന്റെ രണത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ വിശ്വാസികൾ പ്രവാചകൻ വിട്ട് ഓടിപ്പോയപ്പോ 13 പുരുഷന്മാരല്ലാത്ത മുഴുവൻ ആളുകളും യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി. അത്ര തീഷ്ണമായ പരാജയം മുസ്ലിങ്ങൾക്ക് അനുഭവപ്പെട്ടു. ആ മടങ്ങിപ്പോയ വാൾത്തലകളെ ഭയന്നു, മരണത്തെ ഭയന്ന്, ജീവൻ പോകുന്നത് ഭയന്ന് ഓടിപ്പോയ വിശ്വാസികളെ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ആർത്തലച്ചു വരുവാനും വീരശൂര പരാക്രമികളായി തങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ വന്ന സൈന്യത്തെ തുരത്തി ഓടിക്കുവാനും സാധിച്ചത് 2 വരി പാട്ടാണ്. ആ പാട്ടിന്റെ ഇതിവൃത്തം സ്വർഗമായിരുന്നു. ആരാ പാടിയത്? അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യുദ്ധക്കളം വിട്ട് ഓടിപ്പോകുന്ന ആളുകളോട്, മഹബ്ബതൽ ജന്നത്തു വഖ്തിറാബുഹാ ത്വയ്യിബത്തുൻ വബാരിദുൻ ശറാബുഹാ. എവിടേക്കാണ് നിങ്ങൾ ഓടുന്നത്? ഈ യുദ്ധത്തിൽ നിന്നാണ് മരിച്ചാലേ കിട്ടാൻ പോണ സ്വർഗത്തിലെ ഭക്ഷണത്തിന്റെ രുചി എന്താ നിങ്ങൾക്കറിയോ? അവിടുത്തെ പാനീയത്തിന്റെ മാധുര്യം നിങ്ങൾക്കറിയോ? ആ സ്വർഗത്തിന്റെ സുഖം എന്താ നിങ്ങൾക്കറിയോ? അത് വിട്ട് നിങ്ങൾ ഓടുന്നത് എങ്ങോട്ടാണ്? തിരിച്ചു വന്നില്ലേ? ഖാലിദ് ഇബ്നു റളിയല്ലാഹു അൻഹു അന്ന് ശത്രുപക്ഷത്താണ്. അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രത്തെ പോലും തോൽപ്പിക്കുമാർ വിശ്വാസികൾക്ക് പെർഫോം ചെയ്യാനും യുദ്ധത്തിൽ നഷ്ടപ്പെട്ട വിജയം തിരിച്ചു പിടിക്കാൻ സാധിച്ചത് സ്വർഗം ഒരു പർവ്വതം പോലെ വളർന്നതാണ്. ഗിഫാർ ഗോത്രം എന്ന് പറഞ്ഞാല് മക്കയിൽ നിന്ന് വിശ്വാസികളുടെ മക്കയിലുള്ള ആളുകൾ കച്ചവടത്തിന് പോകുകയും വരികയും ചെയ്യുന്നത് ഗിഫാർ ഗോത്രം താമസിക്കുന്ന സ്ഥലത്ത് കൂടെയാണ്. അതിൽപ്പെട്ട ആളാണ് ഇസ്ലാമിലെ 7ാമത്തെ മെമ്പറായിരുന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പൂർവ്വ വേദഗ്രന്ഥമൊക്കെ നന്നായി പഠിച്ച ആളാണ്. ഈത്തപ്പനയുടെ നാട്ടിൽ ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ട് എന്നും ആ അന്ത്യപ്രവാചകന്റെ അടയാളങ്ങൾ ഇന്നതാണ് എന്നും നേരത്തെ പഠിച്ച ആളാണ്. അങ്ങനെ മക്കയിൽ നിന്ന് കച്ചവട സംഘം വരുമ്പോഴും പോകുമ്പോഴും അബ്ദുൽ ഗിഫാരി ചോദിക്കാറുണ്ട്, മക്കയിലെ വിശേഷം എന്താ? ഇനി പ്രവാചകനേറ്റം അവിടെ വന്നണോന്ന് അറിയാനാണ്. പ്രവാചകൻ വന്നണോന്ന് ചോദിക്കൂല, എന്താണ് നിങ്ങളുടെ നാട്ടിലെ വിശേഷം? ഒന്നുമില്ല. അപ്പൊ ഒന്നുമില്ല.
ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്തൂടെ കടന്നുപോയ കച്ചവട സംഘത്തിൽ നിന്ന് മക്കയിൽ ഒരാൾ പ്രവാചകത്വം വാദിക്കുന്നു എന്ന് അദ്ദേഹം കേൾക്കുന്നു. അദ്ദേഹം തന്റെ അനിയനെ സകല ചെലവും കൊടുത്ത് പ്രവാചകനെ പറ്റി പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. അനിയൻ പോയി തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന് തൃപ്തികരമായ ഒരു വിശദീകരണം കിട്ടിയില്ല. അദ്ദേഹം തന്നെ നേരിട്ട് വരുന്നു. നേരിട്ട് വരിക. അന്ന് 5-ൽ താഴെയാണ്, 6 ഇസ്ലാമിൽ ആകുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ അത് ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. വിശ്വാസികളെ അവിശ്വാസികൾ നോട്ടം വിട്ട് നടക്കുന്ന കാലമാണ്. ആരാണ് റസൂലിനോട് സംസാരിക്കുന്നത്? പ്രവാചകൻ ഏത് വീട്ടിലാ കയറുന്നത്? പ്രവാചകന്റെ വീട്ടിൽ ആരാ കയറുന്നത് എന്ന് കൃത്യമായി ശത്രുക്കൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ദുർബലരായ കാലഘട്ടം വിശ്വാസികൾ. ആ സന്ദർഭത്തിലാണ് മക്കയുടെ പരിസരത്ത് അബൂദർ ഗിഫാരി വരുന്നത്. ആരോടാ ചോദിക്കാന്നറിയില്ല. ഇഷ്ടം പോലെ ആള് മക്കന്റെ കഴവര് പരിസരത്ത് ഇരിക്കുന്നുണ്ട്. ഇതിൽ ആരാ വിശ്വാസി ആരാണ് അവിശ്വാസി എന്നറിയില്ലല്ലോ. ചോദിക്കാൻ ധൈര്യം വന്നില്ല. അങ്ങനെ വൈകുന്നേരം രാത്രി ഓരോരുത്തരും നീറ്റ് പോയി അവസാനം അബൂദർ റളിയല്ലാഹു ഒറ്റക്കായി. അപ്പൊ അള്ളാഹുവിന്റെ വീട്ടിൽ പോണം. എന്താ വിശേഷം? ഒന്നുമില്ല, പറയാൻ പേടി. ഇതേതാ ആളെന്ന് അറിയില്ലല്ലോ. 3-ാമത്തെ ദിവസം ഇയാളെ കഴവന്റെ അടുത്ത് കണ്ടപ്പോൾ അള്ളാഹു ചോദിച്ചാൽ, നിങ്ങൾ 3 ദിവസമല്ല ഇവിടെ ഇങ്ങനെ ഒറ്റക്ക്, എന്താ വിഷയം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രവാചകനെ പറ്റി കേട്ടിട്ട് വന്നതാണ്, ആരോടും ചോദിക്കാൻ ധൈര്യം വന്നില്ല. അത് നിങ്ങൾ അന്നേ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ആ പ്രവാചകൻ വിശ്വസിച്ച ആളാണ്. സന്തോഷമായി. അദ്ദേഹം പ്രവാചകന്റെ അടുക്കലെത്തി. വലിയ ചരിത്രമാണ്. അദ്ദേഹം പൂർവ്വഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കി എല്ലാ അടയാളങ്ങളും ഈ പ്രവാചകൻ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇനി എന്ത് വേണം? വിശ്വസിക്കണം. ഷഹാദത്തുകലിമ ചൊല്ലുന്നതിന് മുമ്പ് 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, മൻ മഅക ഫി ഹാദൽ അംർ, മൻ മഅക ഫി ഹാദൽ അംർ. പ്രവാചകരെ, ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ, ഈ മതത്തിൽ നിങ്ങളോട് എത്ര ആളുണ്ട്? എത്ര ആളുണ്ട് എന്ന് ചോദിക്കുന്നതിനറിയോ? ഭൂരിപക്ഷത്തിന്റെ കൂടെയാണല്ലോ എല്ലാവരും ഉണ്ടാകുക. എല്ലാവരും ഇടയിലെ ചങ്ങട്ടിക്കലാണല്ലോ. മനുഷ്യരുടെ സ്വഭാവമാണ്. അത് അല്ലാഹുവിന്റെ റസൂലിന് അറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത സംഖ്യ പെരുപ്പിച്ച് പറഞ്ഞില്ല. 6 ആളുണ്ട്. അതിലൊന്ന് ഞാൻ തന്നെയാ, ഒന്ന് എന്റെ ഭാര്യൻ, ഒന്ന് 8 വയസ്സൊരു കുട്ടിയാ, ഒന്നൊരു അടിമൻ, ഒന്നൊരു പുരുഷനാ. തീർന്ന്. അദ്ദേഹത്തിന്റെ 2-ാമത്തെ ചോദ്യം മൗലികമാണ്. എന്താ ചോദ്യം? ഈ 6 അംഗ ചെറുസംഘത്തിൽ 7-ാമനായി ചേർന്നാൽ എനിക്ക് എന്ത് കിട്ടുന്ന? അപ്പൊ നമ്മളെ നാട്ടിലാണ് നമ്മൾ എന്താ പറയാന്നറിയോ? 7 ആളാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടത്. പ്രസിഡന്റ് തന്നെ ആയിക്കോളാം. ഓൻ എങ്ങനെങ്കിലും ഇതിന്റെ അല്ല, അങ്ങനെ ഒരു ശൈലിയെ പ്രവാചകൻ സ്വീകരിച്ചില്ല. മുസ്ലിം സംഘടനക്കൊക്കെ പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? ആൾക്കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, ആദർശം വളർത്താൻ വേണ്ടി ശ്രമിച്ചില്ല. അറിവ് പകർന്നു കൊടുത്തു, അറിവ് ഈമാനാക്കാനുള്ള ഒരു ശ്രമം നടത്തിയില്ല. ഈ 2 പരാജയമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അറിവ് വർദ്ധിച്ചല്ലോ, ഒരാളോട് വർത്താനം പറയാൻ പറ്റൂല. എല്ലാവരും ബുഖാരി മുസ്ലിമൊക്കെ കാണാൻ പഠിച്ച് നടക്കുക. ഒരാളോടും വർത്താനം പറഞ്ഞുകൂടാ. തർക്കിച്ച് നമ്മളെ മൂലരാടെ കുത്തിരിപ്പിക്കും. പക്ഷെ സഹോദര, ഞാനും ഈയും പഠിച്ച അറിവ്, ഇൽമ് ഈമാനാക്കാൻ സാധിച്ചോ? ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒറ്റ ഉദാഹരണം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി. എത്ര റസൂൽ എത്ര റക്അത്ത് തറാവീഹ് നിസ്കരിച്ചത്? അല്ലാഹ്, അതിപ്പോ ഇമ്പർന്ന് നിൽക്കണം, നിങ്ങൾക്ക് അത് അറിയില്ല. എത്രയാ? 11 റക്അത്ത്. അതിൽ കൂടുതൽ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അതെങ്ങാനും ആരോ പറ്റുന്ന പറഞ്ഞാലോ ഓനൊരു മൂലക്കലാക്കും. ഗണ്ടന മണ്ടനയോ പിന്നെ ഓനെ പുറത്തിറങ്ങി നടക്കാൻ കഴിയൂല. എന്നാ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ച റക്അത്തിന്റെ എണ്ണം എത്രയാ? 11. അത് നമുക്ക് നിർബന്ധമാണല്ലോ? ആണ്. അതിന്റെ ദൈർഘ്യം നമുക്ക് വേണോ? അത് വേണ്ട. ആ നമസ്കാരത്തിന് ദൈർഘ്യം ഈ 11 റക്അത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് നമ്മളെ കൊണ്ട് നടക്കൂല. പോയില്ലേ? എണ്ണത്തെ പോലെ തന്നെ പ്രധാനല്ലേ അതിന്റെ വണ്ണു? ഇതാ പറഞ്ഞത്, നമ്മൾ ഇൽമുണ്ടാക്കി ഈമാൻ ഉണ്ടാക്കിയില്ല, അംഗങ്ങൾ ഉണ്ടാക്കി ആദർശബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുത്തില്ല. മനസ്സിലായോ? ഏറ്റവും വലിയ പരാജയം. ഏത് മഹലിലും പരാജയപ്പെട്ടത് അവിടെയാ. അതുകൊണ്ടാണല്ലോ വിവാഹം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കോലത്തിലായത്. മഹല്ല് കമ്മിറ്റിക്ക് ഇടപെടാൻ പറ്റാത്ത രൂപത്തിൽ കേരളത്തിലെ വിവാഹ സദസ് മാറിയില്ലേ? എന്താ കാര്യം? നമ്മൾ പറഞ്ഞാൽ കേൾക്കണ ഈമാൻ അംഗങ്ങളിൽ ഉണ്ടാക്കാൻ ഒരു സംഘടന ഒരു പണിയെടുത്തില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹുവിനോട് പറഞ്ഞത് സ്വർഗം കിട്ടുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ്. ലക്ഷ്യം സ്വർഗം കിട്ടാൻ മുസ്ലിം ആവുക. അവർക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ. സ്വർഗം കിട്ടാൻ മുസ്ലിമായവർക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ. അല്ലാത്തവർക്കോ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല സഹോദര.
അവർ ഇസ്ലാമിന് ഭാരമാകും, അവർക്ക് ഇസ്ലാമും ഭാരമാകും. രണ്ടും അപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ സമുദായത്തിൽ. നമുക്ക് ഇസ്ലാം ഭാരാ, നിങ്ങൾക്ക് തെളിവാണോ? സ്കൂളിലും കോളേജിലും പോണ കുട്ടികളെ, പെൺകുട്ടികളുടെ ഡ്രസ്സ് നോക്കിയാൽ മതി, ഓൾക്ക് ഇസ്ലാമിന്റെ ഡ്രസ്സ് ഭാരമല്ലേ? അല്ലേ? എന്താ കാരണം? മുസ്ലിം അല്ലേ? മുസ്ലിമാണ്. അവർക്ക് ഇസ്ലാമിക ഡ്രസ്സ് ഭാരം. ഇസ്ലാമികമായി ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കൂല, നമുക്ക് ഭാരം. എന്താ കാരണം? നമ്മൾ മുസ്ലിം ആയത് സ്വർഗം കിട്ടാനല്ല, ഉമ്മയും ബാപ്പയും മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു പോയതാ. നമ്മക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കാളിത്തമില്ല. എന്നാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന 6 or 7 ആള് മാത്രമുള്ള ഒരു കാലഘട്ടം ഖുർആൻ അത് ഉപയോഗിച്ച് എങ്ങനെ അറിയോ? വദ്കുറൂ ഇദ് കുൻതും ഖലീലും മുസ്തദഅഫൂന ഫിൽ അർദ്. ഭൂമിയിൽ നിങ്ങൾ അങ്കുലി പരിമിതരായിരുന്ന ഒരു കാലഘട്ടത്തെ നിങ്ങൾ ഓർത്തു നോക്കൂ. മദീന ഘട്ടത്തിൽ മക്ക ഘട്ടത്തെ ഓർമ്മപ്പെടുത്തുക. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, മക്കയിൽ നിങ്ങളെ തുടക്കം എങ്ങനെയായിരുന്നു? ഖലീലുൻ മുസ്തദഅഫൂന ഫിൽ അർദ്. നിങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു. യഖാഫൂന അൻ യതഹത്തഫഹുമുൻ നാസ്. ജനങ്ങൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുമാറ് കുറച്ചാൾ മാത്രം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കി. ഫആവാക്കും, അല്ലാഹു നിങ്ങൾക്ക് അഭയം നൽകി. വഅയ്യദക്കും, അല്ലാഹു നിങ്ങളെ സഹായിച്ചു. എന്താ കാരണം അറിയോ? അവർ ആദർശത്തിന്റെ ജീവിക്കുന്ന പതിപ്പുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറിനോട് പറഞ്ഞു, സ്വർഗം കിട്ടും. ഉടനെ മുസ്ലിമായി. സ്വർഗം കിട്ടാൻ മുസ്ലിം ആയവർക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കും. അതിന്റെ തെളിവ്, ഏതിന്റെ തെളിവ്? ആ സ്വർഗം അബൂദറിന്റെ മനസ്സിലേക്ക് എത്ര ആഴത്തിൽ കയറി എന്നതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ മതി. എന്താണോ അള്ളാഹു പറഞ്ഞത്, ഒരു വാക്കപ്പുറമില്ല, ഒരു വാക്ക് ഇപ്പുറമില്ല. അദ്ദേഹം എങ്ങാനൊന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അറിയപ്പെടുക എങ്ങനെ അറിയോ? അക്ഷരപൂജകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് നിങ്ങൾ നോക്കൂ. ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റ സംഭവം പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ അബൂദറിനോട്, തഈശു വഹദ വതമൂതു വഹദ വതുബ്അസു വഹദ. അബൂദറേ, താങ്കൾ ഒറ്റയാനായി ജീവിക്കും, ഒറ്റയാനായി മരിക്കും. സംഘമായി പരലോകത്തേക്ക് ആളുകൾ വരുമ്പോ നീ ഒറ്റക്കായിരിക്കും പരലോകത്ത് വരിക. എന്താ കാരണം അറിയോ? അത് ഇത് കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് അദ്ദേഹം ഒരു വാദം ഉന്നയിച്ചത്. എന്താണോ അള്ളാഹ് പറഞ്ഞത് അതിനപ്പുറമില്ല. കാരണം അന്ന് കേറിയ സ്വർഗ, ആ 7ാമത്തെ മെമ്പർഷിപ്പ് വാങ്ങിയല്ലോ, അപ്പൊ റസൂൽ ഇട്ടുകൊടുത്ത സ്വർഗം ആ മനുഷ്യന്റെ ജീവിതത്തെ ഏത് വിധം ക്രമപ്പെടുത്തിയെന്ന് ഈ ചരിത്രം സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ വാദം എന്താന്ന് ചോദിച്ചാല്, ഞാൻ ഒരു ദിവസം പണിക്ക് പോയി, എനിക്കൊരു 1000 റുപ്യ കിട്ടി. 1000 റുപ്യന്ന് എന്റെ വീട്ടിലേക്കുള്ള സാധനമൊക്കെ വാങ്ങിയതിന് ശേഷം 500 റുപ്യ ബാക്കി ഉണ്ടെങ്കിൽ അത് എന്റേതല്ല എന്നാ. അത് പാവങ്ങൾ കൊടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാവൂ. നടക്കുവോ? ഉമർ റളിയല്ലാഹു പോലും അംഗീകരിച്ചില്ല. അതെങ്ങനെ അബൂദർ നടക്കുക? ഖുർആൻ വായിച്ചു നോക്ക്. ഖുർആൻ എന്താ പറഞ്ഞത്? യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ, എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടത് എന്നവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ, നബിയെ പറയുക, എന്ത്? അൽ അഫ്വ, ബാക്കിയുള്ളത്. ബാക്കിയുള്ളത് തന്നെ, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ. എന്താണോ വൈകുന്നേരം എന്റെ ചെലവ് കഴിഞ്ഞ് എന്റെ കീശയെ ബാക്കിയുള്ളത്, ആ പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പടച്ചോൻ പറഞ്ഞു എന്നാ പ്രസംഗിച്ചത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ ഒന്ന് മാറി താമസിക്കാൻ പറഞ്ഞതാ. കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഉമർ റളിയല്ലാഹു തീരുമാനിച്ചത് എന്താ അറിയോ? ഇയാൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലേന്ന് അറിയണല്ലോ, വയറുതരാൻ എളുപ്പമാണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഒരു ദിവസം രാത്രി എല്ലാരും കിടന്നതിന് ശേഷം കുറച്ച് പണം ഒരു കിഴിയാക്കി അബൂദർ റളിയല്ലാഹുവിന് കൊടുത്തയച്ചു. അന്ന് അദ്ദേഹത്തിന് ആ പൈസ ആവശ്യമല്ല. ഇയാള് പ്രസംഗിക്കുന്നത് സത്യമാണെങ്കിൽ ആ പൈസ അന്ന് തന്നെ അദ്ദേഹം സ്വതക്ക ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാനാ. എല്ലാവരും കിടന്നതിന് ശേഷം പൈസ കൊണ്ട് കൊടുത്താൽ നമ്മളെന്താ പറയാ? ഏതായാലും നേരം വെളുക്കട്ടെ, ഇത് കൊടുക്കാൻ നേരം വെളുക്കട്ടെ എന്നെങ്കിലും വിചാരിക്കൂലേ? ശരി. പിറ്റേന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ അദ്ദേഹം ഈറ്റപ്പോ വീണ്ടും വാതിൽ മുട്ടി. ഇന്നലെ പൈസ ഉണ്ടോന്ന് ആളാ. അതെ, ഇങ്ങൾക്കായിരുന്നില്ല, ആളെ മാറിപ്പോയതാ, ആ പൈസ എടുത്ത് തിരിച്ചു ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ഇന്നലെ വരണ്ടേ, അത് ഇന്നലെ ഞാൻ സ്വതക്ക കൊടുത്തേരാണ് കിടന്നത്. എന്താ കാരണം? യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന്. ഖുലിൽ അഫ്വ, കണ്ട പറഞ്ഞതുപോലെ, ഖുർആൻ പറഞ്ഞതുപോലെ. എന്താ കാര്യം? അന്ന് അള്ളാഹുവിന്റെ റസൂല് അട്ടൊടുത്ത സ്വർഗാണ്ട് വളർന്നതാ. മനസ്സിലായോ? ഇതാണ് സ്വർഗബോധം. ഇതാണ് മനസ്സിന്റെ സെറ്റിങ്സ്. ശാരീരിക
മാനസിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക പ്രതിബന്ധങ്ങളെ സ്വർഗബോധം കൊണ്ടും നരകഭയം കൊണ്ടും മറികടക്കാൻ നമ്മെ സെറ്റ് ചെയ്യണം സഹോദരന്മാരെ. ആ സെറ്റിങ്സ് പിന്നെ നമ്മൾ കാണുന്നത് എവിടെയെന്നറിയോ? ഫിർഔന്റെ മുമ്പിലാണ്. അദ്ദേഹം പൈസ കൊടുത്തു കൊണ്ടുവന്ന മാരണക്കാര് 7000 മാരണക്കാരെ കൊണ്ടുവന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാജയപ്പെടുത്താൻ. ഫിർഔൻ ആരാന്ന് ശരിക്കറിയാം. പക്ഷേ അവർക്ക് അല്ലാഹു ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ 7000 മാരണക്കാരും വിശ്വാസികളായി. ചരിത്രങ്ങൾക്ക് അറിയാലോ. എത്ര ധൈര്യം വേണം! എന്താ അവർ പറഞ്ഞ മറുപടി? കാലൂ ലാ വൈറ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. എന്ത് ചെയ്തോ ഞങ്ങൾ അള്ളാന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നവരാ. അവിടെ നരകത്തിന് രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം, ദുനിയാവിൽ നീ എന്ത് വിധിച്ചാലും നമുക്ക് പ്രശ്നമല്ല. നോക്കികൾ, അതാണ് നരകഭയം, അതാണ് സ്വർഗബോധം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സെറ്റ് ചെയ്യുന്നതിന് ഉദാഹരണം. യുദ്ധത്തിന് പോകാനേ സമ്മതം ചോദിച്ചു വരുന്ന കുട്ടികളെ കണ്ടില്ല ചരിത്രത്തിൽ നിങ്ങൾ? അബൂജഹലിനെ കൊന്നത് ഇങ്ങനെ 2 കുട്ടികളല്ലേ സഹോദരന്മാരെ? 4 മക്കള് രക്തസാക്ഷിയായി കിടക്കുന്നു. ആ രക്തസാക്ഷിയായി കിടക്കുന്ന 4 മക്കളെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ഉമ്മക്ക് കൈ ഉയർത്തി, അൽഹംദുലില്ലാഹ് അല്ലദീ ശറഫനി ബിഖത്ലിഹിം. നാളെ പരലോകത്ത് 4 രക്തസാക്ഷികളായ മക്കളെ ഉമ്മയായി നിന്നെ കണ്ടുമുട്ടാൻ എന്നെ അനുഗ്രഹിച്ച റബ്ബേ നിനക്കാണ് സ്തുതി എന്നൊരു പെണ്ണിനെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ദുർബലയായ ഒരു പെണ്ണിന് സ്വർഗബോധം നൽകുന്ന, നരകഭയം നൽകുന്ന കടുപ്പവും ഉറപ്പും എത്ര സഹോദരന്മാരെ? 20 മിനിറ്റ് ഉറക്കം മാറ്റി വെച്ച് സുബീക്ക് പോവാത്ത എന്നോടും എന്തിനാ ഞാൻ അത് പറയുന്നത് ആലോചിക്കായികല്ല, പറയല്ല, നിവൃത്തിയില്ലല്ലോ. ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. അപ്പൊ ഇത് വേണം, നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തണം. അതാണ് ഖൗഫൻ വ തമഅൻ. അള്ളാഹുവിന്റെ ശിക്ഷയിലുള്ള ഭയം, അവന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ. യുദ്ധത്തിന് പോയ ഭർത്താവേ വരുന്നത് കാത്തിക്കുക, മക്കള് പോയിന് മക്കളെയും കാത്തിക്കുക, ബാപ്പയും പോയിന് ബാപ്പനെ കാത്തിക്കുക. ഓരോരുത്തർ വന്ന് പറയാ വാപ്പ മരിച്ചു പോയിട്ടോ, ഭർത്താവ് ഉണ്ടാവുമല്ലോ, ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടോ, പോയി മക്കള് കൊല്ലപ്പെട്ടിട്ടോ. ഇതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കൂല്ല. അവസാനം ആ പെണ്ണ് ചോദിച്ചാൽ എന്താ അറിയോ? അള്ളാന്റെ റസൂലിന് വല്ലതും പറ്റിക്കണോന്നാ. ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല, കാണിച്ചു തരണം. ഒരു പെണ്ണ് പറയാൻ, ബാപ്പ പോയി, ഭർത്താവ് പോയി, മക്കള് പോയി, സഹോദരന്മാരെ പ്രശ്നമില്ല. എന്നാൽ അള്ളാന്റെ റസൂലൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് ഈ സ്വഹാബികളാ. വിശ്വാസമല്ല, കാണിച്ചു തരണം. കൊണ്ടുപോയി യുദ്ധക്കളത്തിൽ അള്ളാന്റെ റസൂൽ ആടെ ഇരിക്കണം. ശരി, നേരാണ്ട് ചെന്നിട്ട് പറഞ്ഞ എന്താ? കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. പ്രവാചകരെ, താങ്കൾ ജീവിച്ചിരിക്കുകയാണ്, എനിക്കൊരു മുസീബത്തും ഇല്ല. ഒരു പെണ്ണിനെ കൊണ്ട്, ഒരു ഭാര്യയെ കൊണ്ട്, ഒരു ഉമ്മയെ കൊണ്ട്, ഒരു സഹോദരിയെ കൊണ്ട് ഇത് പറയിപ്പിക്കണമെങ്കിൽ അത് അവരുടെ മനസ്സിലെ സ്വർഗത്തിന്റെ വലുപ്പത്രയാ. അതാണ് 13 കൊല്ലം കൊണ്ട് പ്രവാചകൻ ഉണ്ടാക്കിയതും നമുക്ക് അല്പം പോലും വളർത്താൻ കഴിയാത്തതുമായ സ്വർഗ ആഗ്രഹവും നരകഭയവും. അങ്ങനെ ജീവിതത്തെ ചുറ്റപ്പെടുത്തുന്നവർക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ. അതാണ് ഖൗഫൻ വ തമഅൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് റഹ്മത്ത് പ്രതീക്ഷിച്ച് ജീവിതത്തെ ചുറ്റപ്പെടുത്താൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബില്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അപ്പൊ അല്ലാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദുനിയാവിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രതിസന്ധി നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ സാഹചര്യത്തിലുണ്ട്, പരിസരത്തുണ്ട്. അതിനൊക്കെ മറികടന്ന് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ ജീവിതം എത്തണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ സെറ്റ് ചെയ്യണം. ആ സെറ്റിങ്സിന് അള്ളാഹു തന്ന 2 കാര്യമാണ്. അള്ളാഹുവിനെ കാണുന്നത് പോലെ ജീവിക്കുക എന്നത്. 2, മരിക്കും എന്നത് ഉറപ്പാണ്, ഒരു സംശയമില്ല. എങ്കിൽ എനിക്ക് സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടിയേ മരിക്കും. സ്വർഗം കിട്ടൽ നിർബന്ധമാണ്. ആ ഒരു സ്വർഗബോധവും
നരക ഭയവും നമ്മുടെ ജീവിതത്തെ സെറ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കണം.